യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും ഒത്തിരിയേറെ സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് ഇന്ന് നമ്മെ ഒത്തിരിയേറെ ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ സഹനങ്ങളും കണ്ണുനീരും വേദനകളുമെല്ലാം കർത്താവ് ഏറ്റെടുക്കും. കർത്താവ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. തിരിച്ച് നമ്മുടെ സഹനങ്ങളിൽ നമ്മളെ താങ്ങുവാനും ബലപ്പെടുത്താനും അവിടുന്ന് കൂടെയുണ്ട്. ജോബിൻ്റെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ 1 മുതൽ 3 വരെ വചനങ്ങൾ. എൻ്റെ മനസ്സ് നുറുങ്ങിയിരിക്കുന്നു, എൻ്റെ ദിനങ്ങൾ തീർന്നിരിക്കുന്നു. ശവകുടീരം എനിക്കായി ഒരുക്കിയിരിക്കുന്നു. പരിഹാസകർ എന്നെ വളയുന്നു. അവരുടെ പരിഹാസം ഞാൻ നിസ്സഹായനായി നോക്കിയിരുന്നു. അങ്ങ് തന്നെ എനിക്ക് ജാമ്യം നിൽക്കണമേ. മറ്റാരാണ് എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കുക? വിശുദ്ധ ബൈബിളിൽ ഒത്തിരിയേറെ സഹിച്ച ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ കാണുന്നു, ജോബ്. ജോബിൻ്റെ പുസ്തകത്തിലെ വചനമാണ് നമ്മൾ കേട്ടത്. ജോബ് പറയുന്നു, എൻ്റെ മനസ്സ് നുറുങ്ങിയിരിക്കുന്നു, എൻ്റെ ദിനങ്ങൾ തീർന്നു, എനിക്കായി ശവകുടീരം ഒരുങ്ങിയിരിക്കുന്നു. ഞാൻ നിസ്സഹായനാണ്, എല്ലാവരും എന്നെ പരിഹസിക്കുന്നു. ജോബ് തൻ്റെ ഹൃദയത്തിൻ്റെ വേദനകൾ ദൈവത്തോട് പറയുക, ദൈവമേ, അങ്ങ് എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കണം. അങ്ങനെ പറഞ്ഞ് ഹൃദയം നുറുങ്ങി മനസ്സു നൊന്ത് നിലവിളിക്കുന്ന തകർന്ന ഒരു മനുഷ്യനായിട്ട് ജോബിനെ നമ്മൾ ഈ വചനങ്ങളിൽ കണ്ടുമുട്ടുകയാണ്. ഞാൻ ഓർക്കുകയാണ്, കൊല്ലം പോർട്ട് ബൈബിൾ കൺവെൻഷൻ നടക്കുമ്പോൾ ഒരു 80ഓളം വയസ്സ് പ്രായമുള്ള ഒരമ്മ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. അമ്മയുടെ ഹൃദയത്തിൽ ഒത്തിരിയേറെ സങ്കടമുണ്ട്. 6 മക്കളുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് കടലിൽ പോയ മീൻ പിടിക്കാൻ പോയ ഭർത്താവ് നഷ്ടമായി. ഭർത്താവിൻ്റെ മൃതശരീരം പോലും കാണാനായിട്ട് സാധിച്ചില്ല. കടലിൽ അപകടത്തിൽപ്പെട്ട് ജീവിത പങ്കാളി പോയി. ആ അമ്മ പറയുകയാണ്, ഈ 6 മക്കളെ വളർത്താൻ വേണ്ടി ഒത്തിരിയേറെ കഷ്ടപ്പെട്ടു. മീൻ കച്ചവടമായിരുന്നു. മീൻ കച്ചവടമൊക്കെ നടത്തി, അങ്ങനെ മക്കളെയൊക്കെ വളർത്തി, പെൺമക്കളെയൊക്കെ കെട്ടിച്ചയച്ചു. ആൺമക്കൾ 2 പേരുണ്ട്, അവർക്ക് കുടുംബമുണ്ട്. പക്ഷേ അമ്മ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അമ്മ പറഞ്ഞത്, ജീവിതത്തിൽ കടന്നുപോയ സഹനങ്ങളിൽ അവര് കർത്താവായ യേശുവിനെ മുറുകെ പിടിച്ചു. ജീവിത പങ്കാളി നഷ്ടപ്പെട്ടപ്പോൾ എല്ലാം തീർന്നുവെന്നാണ് വിചാരിച്ചത്. പക്ഷെ ദൈവം എന്നെ താങ്ങി. പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ 6 മക്കൾക്ക് വേണ്ടിയുള്ള ഒരു ജീവിതമായിരുന്നു അമ്മയുടേത്. 19 വയസ്സായി. അമ്മ പറയാണ്, ശാരീരിക ക്ഷീണമുണ്ട്, എൻ്റെ മക്കളൊക്കെ എന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്നെ നോക്കുന്നുണ്ട്. എന്നാലും വർഷങ്ങൾ പിന്നിട്ടിട്ടും ജീവിത പങ്കാളി
നഷ്ടമായ മരിച്ചുപോയ വേദന ആ ഹൃദയത്തിലുണ്ട്. പലവിധ രോഗങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ട്. എങ്കിലും കൺവെൻഷൻ ദിവസങ്ങളിൽ പങ്കെടുത്തു, ദൈവത്തോട് ഹൃദയം നുറുകി പ്രാർത്ഥിച്ചു. അവൾ സഹനത്തിൻ്റെ ജീവിത വഴികളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ നമ്മൾ ദൈവത്തെ ആശ്രയിക്കുക. ഒരിക്കലും നിരാശപ്പെട്ട് നമ്മൾ തകർന്നു പോകരുത്. നമ്മളെ ശക്തിപ്പെടുത്തുന്ന, നമ്മളെ കൈകളിൽ താങ്ങുന്ന, നമുക്ക് ബലം നൽകുന്ന ദൈവമുണ്ട്, കർത്താവായ യേശു ക്രിസ്തു. അവൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല, അവൻ നിന്നെ വഴിക്കിട്ടിട്ട് പോവത്തുമില്ല. നിനക്ക് സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ദൈവത്തിനറിയാം. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ജോബിന്റെ പുസ്തകത്തില് 19 അധ്യായത്തില് 1 മുതലുള്ള വചനങ്ങൾ, എത്ര കാലം നിങ്ങൾ എന്നെ പീഡിപ്പിക്കുകയും വാക്കുകൊണ്ട് നുറുക്കുകയും ചെയ്യും. ജോബിന്റെ സ്നേഹിതരെല്ലാം ജോബിൽ നിന്ന് അകന്നു, ജോബിനെ കുറ്റപ്പെടുത്തി. നിന്റെ പാപമാണ് നിന്റെ ഈ തകർച്ചയ്ക്ക് കാരണമെന്ന് അവർ പറഞ്ഞു. ജോബിന്റെ നേരെ അവരെല്ലാവരും വെള്ളിച്ചൂണ്ടി. പക്ഷെ ജോബ് നീതിമാനായിരുന്നു, സത്യസന്ധനായിരുന്നു. ജോബിന്റെ ജീവിതത്തിലേക്ക് വന്ന ദുരന്തങ്ങൾ, മക്കളെല്ലാവരും അപകടത്തിൽ മരിച്ചു, വസ്തുവകളും മൃഗങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു. അവസാനം തൻ്റെ ശരീരം മൊത്തം വ്രണങ്ങൾ നിറഞ്ഞു. ജീവിത പങ്കാളി പോലും പറയുന്നു, ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് മരിക്കാമെന്ന്. ആ ജീവിതത്തില് എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യനായിട്ട് ജോബ് മാറുകയാ. എന്നിട്ടും ദൈവത്തെ മുറുകെ പിടിച്ചു ആ മനുഷ്യൻ. കൂട്ടുകാരും ബന്ധുക്കളും എല്ലാവരും പരിഹസിച്ചിട്ടുണ്ട്, കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ കൂട്ടുകാര് അദ്ദേഹത്തെ ഒത്തിരിയേറെ മുറിവേൽപ്പിച്ചു. എത്ര കാലം നിങ്ങൾ എന്നെ പീഡിപ്പിക്കും, വാക്കുകൊണ്ട് നിങ്ങൾ എന്നെ നുറുക്കുന്നു. ഈ സഹനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ജോബിൻ്റെ മനസ്സ് ഒത്തിരിയേറെ മുറിഞ്ഞു. കൂടെ നിന്നവർ സ്നേഹിച്ചവരൊക്കെ ജോബിൻ്റെ ഹൃദയത്തെ ഒത്തിരിയേറെ ആഴത്തിൽ മുറിപ്പെടുത്തി. ഇപ്പോൾ 10 പ്രാവശ്യം നിങ്ങൾ എൻ്റെ മേൽ നിന്ന ചൊരിഞ്ഞിരിക്കുന്നു. നിന്ന വാക്കുകളാൽ സുഹൃത്തുക്കൾ ജോബിനെ പുതിയ നിന്ന പറയുക. ജോബെന്ന നിഷ്കളങ്കനായ മനുഷ്യൻ, ദൈവം പറഞ്ഞ വാക്ക ഇതാ, നിഷ്കളങ്കനായ മനുഷ്യൻ ജോബിനെ കുറിച്ച്. പക്ഷെ ജോബിൻ്റെ സുഹൃത്തുക്കളും നാട്ടുകാരെല്ലാവരും ജോബിനെ നിന്ദിച്ചു, പരിഹസിച്ചു, മുറിവേൽപ്പിച്ചു, മാനസികമായിട്ട് പീഡിപ്പിച്ചു. ഇപ്പോൾ 10 പ്രാവശ്യം നിങ്ങൾ എൻ്റെ മേൽ നിന്ന് ചൊരിഞ്ഞിരിക്കുന്നു. എന്നെ ദ്രോഹിക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? ഒരു കാലത്തും നിങ്ങൾ എൻ്റെ കൂടെ നിന്നതാ, എന്നിൽ നിന്ന് സഹായം കൈപ്പറ്റിയവരാ, എൻ്റെ സ്നേഹം അനുഭവിച്ചവരാ. എന്നിട്ടോ ഇപ്പോൾ എൻ്റെ ഒന്നുമില്ലായ്മയിൽ, തകർച്ചയിൽ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? ഞാൻ തെറ്റ് ചെയ്തെങ്കിൽ തന്നെ അത് എന്നോടുകൂടെ ഇരുന്നു കൊള്ളും. നിങ്ങൾ എന്നേക്കാൾ വലിയവരെന്ന് ഭാവിക്കുന്നെങ്കിൽ, എൻ്റെ ദൈന്യം എനിക്കെതിരെ തെളിവായി നിങ്ങൾ സ്വീകരിക്കുന്നെങ്കിൽ, ദൈവമാണ് എന്നോട് ഇത് ചെയ്തതെന്നും എന്നെ വലയിൽ അകപ്പെടുത്തിയെന്നും നിങ്ങൾ മനസ്സിലാക്കണം. ദൈവം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. നിന്റെ തലയിലെ ഒരു മുടി പൊഴിയണമെങ്കിൽ അത് ദൈവം പറഞ്ഞിട്ടേ സംഭവിക്കും. അത് നിന്റെ ജീവിതത്തിലെ കഷ്ടതകളും സഹനങ്ങളും താഴ്ചകളും ഉയർച്ചകളും വിജയങ്ങളും പരാജയങ്ങളും എല്ലാം ദൈവത്തിനറിയാം. നിന്നെ സ്നേഹിക്കുന്ന ദൈവം നിന്റെ കൂടെയുണ്ട്. 1 യോഹന്നാൻ 4:4 നാം വായിക്കുന്നുണ്ട്, നിന്റെ ഉള്ളിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനാണ്. നിന്റെ ഉള്ളിൽ വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു, അവൻ വലിയവനാണ്. അവനെ പോലെ മറ്റാരുമില്ല.
അവനെ പോലെ നിന്നെ സ്നേഹിച്ച മറ്റാരുമില്ല. അവൻ ജീവൻ തന്ന് നിന്നെ വീണ്ടെടുത്തതാ. അവൻ രക്തം കൊടുത്തുകൊണ്ട് നിന്നെ വീണ്ടെടുത്തതാ. നിന്റെ കണ്ണുനീരിലും സഹനങ്ങളിലും നഷ്ടങ്ങളിലും എല്ലാം യേശു നിന്റെ കൈകളിൽ മുറുകെ പിടിച്ചിട്ടുണ്ട്. കൂടെ നിന്നവരൊക്കെ പിന്നിൽ നിന്ന് കുത്തിയാലും നിന്നെ മുറിപ്പെടുത്തിയാലും അപമാനിച്ചാലും യേശു മാത്രം നിന്നെ ഉപേക്ഷിക്കത്തില്ല. അവസാനം ജോബിന്റെ ശരീരം മൊത്തം വ്രണങ്ങൾ നിറഞ്ഞിരിക്കുക. എല്ലാവരും ഓടിയകന്നു, എല്ലാവരും പരിഹസിച്ചു, എല്ലാവരും മുറിവേൽപ്പിച്ചു. ജോബിന്റെ പുസ്തകം 19:25-26. എനിക്ക് ന്യായം നടത്തിത്തരുന്നവൻ ജീവിക്കുന്നെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു. എനിക്ക് ന്യായം നടത്തിത്തരുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ കൂടെ നിൽക്കുന്ന, എനിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് വിശ്വസിക്കണം. ഈ കഴിഞ്ഞ ശനിയാഴ്ച ചിറ്റടിയിലെ ഏകദിന ബൈബിൾ കൺവെൻഷൻ വലിയ അനുഗ്രഹത്തോടെ നടക്കുകയാണ്. ധാരാളം പേര് സൗഖ്യപ്പെട്ടു, സാക്ഷ്യങ്ങളൊക്കെ കഴിഞ്ഞു. ഒത്തിരി പേരെ കർത്താവ് അനുഗ്രഹിച്ചു. കർത്താവ് നൽകിയ സന്ദേശങ്ങൾ ഞാനിങ്ങനെ പങ്കുവയ്ക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് ശക്തമായ ഒരു മെസ്സേജ് നൽകി. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തികളുണ്ട്. ഞാൻ പറഞ്ഞു, അവർ എന്നെ കണ്ടിട്ട് പോകണം. ശനിയാഴ്ചത്തെ ആ ഏകദിന കൺവെൻഷൻ കഴിഞ്ഞിട്ട് വിശ്വസിക്കാനാവാത്ത ഒരു കാര്യമാണ് സംഭവിച്ചത്. അവിടെ അനേകര് പ്രാർത്ഥിക്കാൻ പല ദേശങ്ങളിൽ നിന്ന് വന്നവരുണ്ടായിരുന്നു. എൻ്റെ അടുക്കല് 7 വ്യക്തികൾ ആത്മഹത്യയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരാ വന്ന് അവരുടെ വിഷമങ്ങൾ പങ്കുവെച്ചത്. കടബാധ്യത കൊണ്ട് തകർന്ന കുടുംബങ്ങൾ, വഴിതെറ്റി ജീവിക്കുന്ന മക്കളാൽ മടുത്ത കുടുംബങ്ങൾ. ചില കുടുംബങ്ങളിൽ മക്കൾക്ക് ജോലിയില്ല, വരുമാനമില്ല, ലോണൊക്കെ എടുത്ത് ജപ്തിയുടെ വക്കീലായിരിക്കുന്ന ബാങ്കിന്റെ നോട്ടീസ്, ജപ്തി നടപടി വന്നിരിക്കുന്നു. വലിയ സങ്കടം തോന്നി. 7 വ്യക്തികൾ എന്ന് പറഞ്ഞാൽ 7 കുടുംബങ്ങളാ. ശുശ്രൂഷ കഴിഞ്ഞിട്ട് അന്ന് എൻ്റെ അടുക്കല് വന്നവരുടെ വിഷമങ്ങൾ പങ്കുവെച്ച് പ്രാർത്ഥിച്ചത്. ഞാൻ അവരോട് പറഞ്ഞ, ആത്മഹത്യയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അവൻ ഏതെങ്കിലും ഒരു വഴി തുറക്കും. നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല, തള്ളിക്കളയത്തില്ല. തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കാൻ അവരോട് പറഞ്ഞു. അവരെ ഞാൻ ബലപ്പെടുത്തി വിട്ടു. ഇതൊരു വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. എത്രയോ പേരാണ് ജീവിതം അവസാനിപ്പിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കാനായിട്ട് പാടില്ല. നമ്മുടെ കരുതുന്ന ഒരു ദൈവമുണ്ട്. സഹനങ്ങളും കടബാധ്യതകളും തകർച്ചകളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ കർത്താവ് നമ്മളെ ഉപേക്ഷിക്കത്തില്ല. എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും. അവളെല്ലാം ജീവിതത്തിൽ നഷ്ടപ്പെട്ട ജോബ് പറയുക, എൻ്റെ ത്വക്ക് മാംസമൊക്കെ അഴുകി ഇല്ലാതായാലും അസ്ഥികളിലേക്ക് നോക്കി, എൻ്റെ മാംസത്തിലേക്ക് നോക്കി ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തും. ഇതാണ് വിശ്വാസം. നമുക്ക് ജീവിതത്തിൽ ഒരുപക്ഷെ കൂടെ നിന്നവരൊക്കെ കൈവിട്ടു പോകാം, അവരുപേക്ഷിച്ചിട്ട് പോകാം, സമ്പത്ത് നഷ്ടപ്പെട്ടു പോകാം, വീട് ജപ്തിയിലായി പോകാം, പ്രിയപ്പെട്ടവർ ഉപേക്ഷിക്കാം, ബന്ധുമിത്രാദികൾ സഹായിക്കാതിരിക്കാം. പക്ഷേ കർത്താവ് നിന്നെ പൊതിഞ്ഞ് നിന്റെ കൂടെയുണ്ട്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിന്റെ കൂടെ ഈശോ മാത്രമല്ല, പരിശുദ്ധ അമ്മയും സ്വർഗം മുഴുവൻ നിന്നെ സഹായിക്കാനുണ്ട്. യേശു നമുക്ക് ഒരമ്മയെ തന്നിട്ടുണ്ട്, പരിശുദ്ധ കന്യകാമറിയം. ആ അമ്മയുടെ മധ്യസ്ഥതയിൽ ആര് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവർക്കതിന് മറുപടി കിട്ടിയിട്ടുണ്ട്. ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത്. എന്ത് ദുരിതം വന്നാലും ഈശോയെ മുറുകെ പിടിക്കുക, മാതാവിൻ്റെ കൈകളിൽ മുറുകെ പിടിക്കുക, തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക.
ഹല്ലേലൂയ. ഒത്തിരിയേറെ വ്യക്തികൾ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് വലിയ വേദനകളിലൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മുടെ മുൻപിൽ ഒരു പാഠത്തിനായിട്ട് ജോബിന്റെ ജീവിതമുണ്ട്. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ജോബ് എല്ലാം തിരിച്ചു കിട്ടുന്നതായിട്ടാണ് നമ്മൾ വിശുദ്ധ ബൈബിളിൽ ജോബിന്റെ പുസ്തകം 42 വായിക്കുന്നത്. 4 ഇരട്ടിയായിട്ട് നഷ്ടപ്പെട്ടെല്ലാം തിരിച്ചു കൊടുത്തു. 10 മക്കളെ കൊടുത്തു. എല്ലാം കൊടുത്തതായിട്ടാണ് നമ്മൾ വായിക്കുന്നത് ബൈബിളിൽ. മക്കളെയും കൊച്ചുമക്കളെയൊക്കെ കണ്ട് ദീർഘായുസോടെ ജീവിച്ചിരുന്നാണ് ജോബ് ദൈവസന്നിധിയിലേക്ക് മടങ്ങിയത്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയുടെ കാലമുണ്ട്, ദുരിതത്തിന്റെ കാലങ്ങളുണ്ട്, സമ്പന്നതയുടെ കാലമുണ്ട്, വേദനയുടെയും രോഗത്തിൻ്റെയും കാലങ്ങളുണ്ട്. പ്രകൃതിയും അങ്ങനെ തന്നെയല്ലേ. മഴക്കാലം, വേനൽക്കാലം, മഞ്ഞുകാലം ഒക്കെയുണ്ട്. അതുപോലെ വലിയ പേമാരിയുടെ കാലം. മനുഷ്യ ജീവിതത്തിലും വ്യത്യസ്തമായ തലങ്ങളുണ്ട്. അവൾ ഏത് അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ഒരിക്കലും ആത്മഹത്യ എന്നൊരു പദം നമ്മൾ പറയരുത്, അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. ജോബിന്റെ ഭാര്യ പറയുന്നുണ്ട്, നമുക്ക് ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ആത്മഹത്യ ചെയ്യാമെന്ന്, മരിക്കാമെന്ന്. ആ സ്ത്രീയെ നമുക്ക് കുറ്റപ്പെടുത്താനൊക്കത്തില്ല. മക്കൾ നഷ്ടപ്പെട്ടു, ഭർത്താവ് രോഗിയായി, എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ ആ സ്ത്രീയുടെ ഹൃദയത്തിൻ്റെ ആ ഒരു വലിയ വേദനയെ പറഞ്ഞാണ്. പക്ഷെ ഒരിക്കലും നമ്മളങ്ങനെ പറയാൻ പോലും പാടില്ല, ചിന്തിക്കാൻ പോലും പാടില്ല. ജോബിന്റെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായം 1 വചനങ്ങൾ. ജോബ് പറഞ്ഞു, ഇതൊക്കെ മുമ്പും ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ നൽകുന്ന ആശ്വാസം ദയനീയമാണ്. നിങ്ങൾ എനിക്ക് നൽകുന്ന ആശ്വാസം ദയനീയമാണ്. കാരണം നിങ്ങൾക്ക് എന്നെ ആശ്വസിപ്പിക്കാൻ പറ്റത്തില്ല. നിനക്ക് ആശ്വാസം തരുവാൻ നിന്റെ സൃഷ്ടാവിനെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. നിന്റെ മനസ്സിന്റെ സങ്കടങ്ങളും വേദനകളും ഏറ്റെടുത്ത് നിന്നെ ആശ്വസിപ്പിക്കുവാൻ യേശുവിനെ കൊണ്ട് മാത്രമേ ആവൂ. ഒരു മനുഷ്യനെ കൊണ്ടും നിന്റെ സങ്കടത്തിന് ഒരു അറുതി വരുത്തുവാനായിട്ട് സാധ്യമല്ല. നിങ്ങൾ നൽകുന്ന ആശ്വാസം ദയനീയമാണ്. പൊള്ള വാക്കുകൾക്ക് അറുതിയില്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ നിന്നെ പ്രേരിപ്പിക്കുന്നതെന്ത്? പൊള്ള വാക്കുകൾക്ക് അറുതിയില്ലേ? പൊള്ള വാക്കുകൾ കൊണ്ട് എന്താ അർത്ഥമുള്ളത്? പൊള്ളവാക്കുകൾ പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? നീ എൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ നിന്നെപ്പോലെ സംസാരിക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. നിനക്കെതിരെ സംസാരിക്കാനും നിന്നെ പരിഹസിക്കാനും എനിക്ക് കഴിയുമായിരുന്നു. ഉണ്ടോ? എല്ലാവരും ജോബിനെ പരിഹസിച്ചു, ജോബിനെ തള്ളിപ്പറഞ്ഞു, ജോബിന്റെ മനസ്സിനെ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. ജോബിന്റെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ 7-8 വചനങ്ങൾ. ദൈവം ഇപ്പോൾ എന്നെ തളർത്തിയിരിക്കുകയാണ്, എൻ്റെ സ്നേഹിതന്മാരെയും അവിടുന്ന് അകറ്റിയിരിക്കുന്നു. അവിടുന്ന് എന്നെ എല്ലും തോലും ആക്കിയിരിക്കുന്നു. അത് എൻ്റെ മുഖത്ത് നോക്കി എനിക്കെതിരെ സാക്ഷ്യം നൽകുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നല്ലതിനു വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം നല്ലതിനു വേണ്ടിയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റുന്നു. നമ്മുടെ ജീവിതത്തിന് ദൈവം നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ. ഒരിക്കലും തൻ്റെ മക്കൾക്ക് തിന്മ വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അവിടുന്ന് അനുഗ്രഹിക്കുന്ന ദൈവമാണ്, ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. അവിടുന്ന് സർവശക്തനാണ്. അവിടുത്തെ ഉള്ളം കയ്യിൽ അവിടെ നമ്മളെ താങ്ങുകയാണ്. ആ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ
ജീവിതത്തിൽ എല്ലാം കൈവിട്ടു പോകുന്നു എന്ന് തോന്നുമ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ മുറുകെ പിടിക്കണം. പൂർണ്ണമായിട്ട് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. ജോബ് അതാ ചെയ്തത്. ദൈവത്തിൽ ആശ്രയിച്ചു. നഷ്ടപ്പെട്ടതെല്ലാം 4 ഇരട്ടി മടക്കി കൊടുത്തുകൊണ്ട് ദൈവം ജോബിനെ അനുഗ്രഹിച്ചു. ദീർഘായുസ് പ്രാപിച്ച് ജോബ് പിതാക്കന്മാരോട് ചേർന്നു ദൈവസന്നിധിയിലേക്ക് മടങ്ങി. നമുക്കും ദൈവത്തിന് നന്ദി പറയാം. ഒരിക്കലും ദൈവത്തെ ദുഷിക്കാതിരിക്കാം. ദൈവത്തെ നമുക്ക് സ്നേഹിക്കാം. കർത്താവ് ഞങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശുവേ, ഇപ്പോൾ വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രത്യേകമായിട്ട് കടബാധ്യതയിൽ തകർന്നവർ, ജീവിതം വഴിമുട്ടി നിൽക്കുന്നവർ, ആത്മഹത്യയെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ. അവർക്കൊരു വിടുതൽ കൊടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആത്മഹത്യയുടെ പ്രേരണ കൊടുക്കുന്ന ആ തിന്മയുടെ ആത്മാവ് വിട്ടൊഴിയട്ടെ. ആത്മഹത്യ ചിന്ത വിട്ടൊഴിയട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിറയട്ടെ. ദൈവജനം സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരട്ടെ. കർത്താവെ, അടഞ്ഞ വഴികൾ അങ്ങയുടെ മക്കൾക്ക് തുറന്നു കൊടുക്കണമേ. കടബാധ്യതകൾ മാറട്ടെ. ജപ്തി നടപടികൾ മാറിപ്പോവട്ടെ. തീരാ രോഗങ്ങൾ വിട്ടുമാറട്ടെ. സാമ്പത്തിക തകർച്ചകൾ മാറിപ്പോവട്ടെ. അനുഗ്രഹം യേശുവിൻ്റെ നാമത്തിൽ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. എന്താ പേര്? ബെന്നി. ബെന്നി. ബെന്നി എവിടുന്ന് വരുന്നു? കിടങ്ങൂര്. കിടങ്ങൂരിന്ന് വരുന്നു. എന്താ വർക്ക് ചെയ്യുന്നത്? ഹയർ സെക്കൻഡറി പഠിപ്പിക്കുക. അധ്യാപകനാ? ആ. ഇതെന്ത് പറ്റി? ഇത് 1 മാസമായിട്ട് ഈ കൈക്കും ഷോൾഡറിനും ഭയങ്കര പെയിനായിരുന്നു. അപ്പോൾ എന്നിട്ട് കഴിഞ്ഞ ആഴ്ച പോയി സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു ഞരമ്പ് കംപ്രസ്സായിരിക്കുക നാട്ടിലെ. ഓപ്പറേഷൻ പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്യാൻ പോയില്ല. ഏത് ഹോസ്പിറ്റലിലായിരുന്നു? ഞാൻ ഇൻഡോ അമേരിക്കയിലെ ഡോക്ടറെ കാണിച്ചത്. അപ്പം ഞാൻ ഡോക്ടറായിട്ട് സംസാരിച്ചതേ ഉള്ളൂ. അതിൻ്റെ അകത്ത് സർജറി ചെയ്യാൻ എനിക്ക് മടിയായിരുന്നു. ഈ മകൻ്റെ ഈ കഴുത്തിന് അല്ലെങ്കിൽ നട്ടലിന് ഇവിടെ ഓപ്പറേഷൻ പറഞ്ഞിരിക്കുകയാണ്. ഞരമ്പ് കംപ്രസ്സായിട്ട് ഓപ്പറേഷൻ പറഞ്ഞിരിക്കണം. വൈക്കത്ത് ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലാണ് പോയത്, ഡോക്ടറെ കണ്ടത്. ഹല്ലേലൂയ. പേരെന്താ പറഞ്ഞേ? ബെന്നി. ബെന്നിക്ക് വിശ്വാസമുണ്ടോ യേശു സൗഖ്യം തരുമെന്ന്? ഇവിടെ വരാൻ കാര്യം എന്താ? ഉള്ളതുകൊണ്ട്. എൻ്റെ ശുശ്രൂഷ കണ്ടിട്ടുണ്ടോ? കൂടിയിട്ടുണ്ടോ? യൂട്യൂബിൽ ഒത്തിരി കൂടിയിട്ട് കണ്ടു. യൂട്യൂബിൽ ഒത്തിരി കണ്ടിട്ടുണ്ട്. അപ്പോൾ വിശ്വാസത്തോടെയാണ് വന്നിരിക്കുന്നത്. ഇങ്ങോട്ട് കയറുന്നത്. ഹല്ലേലൂയ. ആ കോളർ അടിച്ചോ. കർത്താവ് ഈ മകന് സൗഖ്യം കൊടുക്കുമോ? വിശ്വാസമുള്ളവർ ഒന്ന് കരപ്പെടുത്തി കാണിച്ചേ. ഉറപ്പാണ്. ബെന്നിക്കും വിശ്വാസമുണ്ട്, നമുക്ക് വിശ്വാസമുണ്ട്. എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട്. ഈ മകൻ്റെ നട്ടലിലെ കത്തിവെക്കത്തില്ല, സൗഖ്യം പ്രാപിച്ച് ഇവിടുന്ന് പോകത്തുള്ളൂ. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും വലത് കരത്തെ ഉയർത്തിപ്പിടിച്ച് ഈ മകൻ്റെ സൗഖ്യത്തിന് വേണ്ടി സ്തുതിച്ചേ. യേശുവേ, എന്നോട് കരുണയായിരിക്കണം എന്ന് പ്രാർത്ഥിച്ചോ. തിരിഞ്ഞു അങ്ങനെയൊന്നും. ഹല്ലേലൂയ. ദൈവശക്തി മകന്റെ നട്ടലിലൂടെ, കഴുത്തിലൂടെ, ഓരോ ഡിസ്കുകളിലൂടെ കടന്നു പോകട്ടെ. യേശു ക്രിസ്തുവിന്റെ അധികാരനാമത്തിൽ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ. കംപ്രസ് ആയിരിക്കുന്ന ഞരമ്പ് യഥാസ്ഥാനപ്പെടട്ടെ. എസെക്കിയേൽ പ്രവാചകൻ അസ്ഥികളോട് പ്രസംഗിച്ചപ്പോൾ അസ്ഥികൾ കൂടിച്ചേരുന്ന ഒരു കിരികിരാ ശബ്ദം കേട്ടു. അസ്ഥികളുടെ മേൽ മാംസം വന്നു, ഞരമ്പുകൾ പിടിപ്പിക്കപ്പെട്ടു, ത്വക്ക് വന്നു. പ്രവാചക, ഈ അസ്ഥികൾ ജീവൻ പ്രാപിക്കുമോ? ദൈവമായ കർത്താവ് ചോദിക്കുന്നു. കർത്താവേ, സാധിക്കുമത്? നീ ജീവശ്വാസത്തോടെ പ്രവചിക്കുക. യേശുവിന്റെ നാമത്തിൽ പ്രവചിക്കുന്നു. ഞരമ്പുകൾ, നട്ടലുകൾ, ഡിസ്കുകൾ യഥാസ്ഥാനത്താവട്ടെ. യേശു നാമത്തിൽ കൽപ്പിക്കുന്നു. ഓപ്പറേഷൻ വിട്ടുമാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പൂർണ്ണ സൗഖ്യമാവട്ടെ. യോഹന്നാൻ 19:36. അവന്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടത്തില്ല. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ആമേൻ. തിരിച്ചു തിരിയട്ടെ. നന്നായിട്ട് തിരിയട്ടെ. മുന്നോട്ട് വെച്ച്, പുറകോട്ട് വെച്ച്. ആ കൈയൊക്കെ ഒന്ന് വലിച്ചു കൊടുന്നേ. ആഞ്ഞു കൊടുന്നേ. ഷോൾഡറൊക്കെ ഒന്ന് വെച്ച് നിന്നേ. എന്നിട്ട് ഇങ്ങനെ വെച്ചോ. ഷോൾഡർ ശക്തിക്ക് വെച്ച് പുറകോട്ട്. കൈ പൊക്കി എന്താക്കുകയും ചെയ്തേ. താത്തേ, ഇനി തിരിച്ച് നട്ടൽ തിരിച്ച് നന്നായിട്ട് തിരിയട്ടെ. കഴുത്ത് നട്ടലൊക്കെ തിരിയട്ടെ. ഒന്ന് കുനിഞ്ഞേ. നിവർന്നേ. പുറകോട്ട് വളഞ്ഞേ. മുന്നോട്ട്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. കഴുത്ത് തിരിച്ചോ. നന്നായിട്ട് തിരിച്ചോ.
വേദനയുണ്ടോ? ഇല്ല. യേശുവേ നന്ദി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ വന്നത് കോളറിട്ട് എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര പാടായിരുന്നു. വണ്ടി തിരിയാൻ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനൊന്നും എനിക്ക് പറ്റത്തില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് വളരെ ഈസി ആയിട്ട് എനിക്ക് നോക്കാനും പറ്റുന്നുണ്ട്, കുനിയാനും പറ്റുന്നുണ്ട്, എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. ബെന്നി എന്ന കർത്താവിൻ്റെ ഈ സഹോദരനെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കി കഴിഞ്ഞിരിക്കുക. ഓപ്പറേഷൻ ഡോക്ടർ പറഞ്ഞാണ്, ഞാൻ ആദ്യം പറഞ്ഞു കത്തിവെക്കത്തില്ല, കത്തിവെക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ഇവിടെ വന്നിട്ട് പോയി കത്തിവെക്കത്തില്ല. ഹല്ലേലൂയ. ഇത് കർത്താവിൻ്റെ ആലയമാണ്. ഇവിടെ വന്നവരെ കർത്താവ് സൗഖ്യമാക്കി അനുഗ്രഹിച്ച് വിടത്തുള്ളൂ. ഹല്ലേലൂയ. എനിക്ക് സന്തോഷമായി. വൈഫ് മക്കളൊക്കെ? വൈഫ് കുവൈറ്റിൽ, മോൻ ബാംഗ്ലൂർ പഠിക്കുന്നു, മോളും വൈഫിൻ്റെ കൂടെ കുവൈറ്റിലാണല്ലേ. കർത്താവിന് നന്ദി പറയാം. ഇനി ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഹല്ലേലൂയ. ഇത് വലിയൊരു സാക്ഷ്യമാണ്. തീർച്ചയായിട്ടും അല്ലേ? അതെ. ശരീരമൊക്കെ നന്നായിട്ട് വേർത്തല്ലേ? അതായത് നന്നായിട്ട് വേർക്കുന്നത് ഒരു ഡെലിവറൻസ് നടന്നതിൻ്റെ, ഒരു ഹീലിങ്ങിൻ്റെ ഒരു ഡെലിവറൻസൂടെ നടന്നതിൻ്റെ ഒരു അനുഭവമാണ്. കർത്താവിന് നന്ദി. ഈശോയാണ് ഈ മകന് സൗഖ്യം നൽകിയത്. എൻ്റെ ഈ കൈക്ക് ഒരു പ്രത്യേകതയില്ല, പക്ഷേ ഈ കൈ കൊണ്ട് തൊടുമ്പോൾ കർത്താവ് തൊടും. ഹല്ലേലൂയ. അത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. നന്നായിട്ടൊരു കൈയടി, നല്ലൊരു കൈയടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. യേശു ആരിലും വലിയവൻ, വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ. ആരിലും വലിയവൻ, വലിയവൻ.